എൻ്റെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ്. ഏകദേശം ഒരു 10-25 വർഷക്കാലം സിനിമാ മോഹമായിട്ട് നടന്ന് ഇപ്പോൾ ഈ സിനിമ എന്ന ഒരു സർക്കിളിലേക്ക് എത്താൻ ഇത്രയും കാലം വേണ്ടി വന്നു. ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട്. ആദ്യ സംരംഭമാണ്. അതിന് ഇനി എത്ര വലിയ കലയാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരാൾ നമ്മളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഏറ്റെടുത്ത ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന സലീം ഖാ. ആ സലീം ഖായിലേക്ക് എത്താൻ കാരണക്കാരനായത് നവാസ് ഖായാണ്. അപ്പോൾ വന്ന വഴികളിൽ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ടീമിനൊപ്പം ചേർന്ന് നിന്ന ബിൻഷാദ് നാസർ, ശ്യാംലാൽ, ക്യാമറമാൻ ജിബ്രാൻ ഷമീർ, ഒരുപാട് പേരുണ്ട് പെട്ടെന്ന്. പിന്നെ ബബീർ പോക്കർ, ഓറേറ്റർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നിലവിലിപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ സിനിമയുടെ പുറകിൽ ഇതിനകത്ത് അഭിനയിച്ചവരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ ഒരുപാട് പേരുടെ പ്രയത്നവും ആഗ്രഹവും ഒക്കെയാണ് ഇവിടെ വരെ എത്തിച്ചേക്കുന്നത്. പിന്നെ ഇപ്പം എന്താ പറയുക, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിനിമയെ നിങ്ങൾ ഇപ്പോൾ ഈ മീഡിയയിൽ കൂടി കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് നിങ്ങൾ കാണണം. കാരണം ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് വിജയിപ്പിച്ചാൽ ഈ ഇതുപോലെയുള്ള പ്രൊഡ്യൂസർമാർ മുമ്പിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൊമേഴ്സ്യൽ സിനിമ, ഇതൊരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ്, അതിലൊരു ബിസിനസ് ഉണ്ട് എങ്കിൽ പോലും സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണിത്. അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പറയാതെ പോകുന്നവരുണ്ട്. പക്ഷെ അത് പറയാൻ ഞാൻ കുറച്ച് ചങ്കൂറ്റം കാണിച്ചു. അതിൽ എന്തൊക്കെയാണ് നേരിടേണ്ടത് എനിക്കറിയില്ല. എന്തായാലും ആരെയും ഇതിനകത്ത് ഹനിച്ചിട്ടില്ല. ഇത് പറയേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം തന്നെ എടുത്തത്. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സിറാജും നവാസും കൂടി സമീപിച്ചപ്പോൾ തന്നെ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ നമുക്കത് വലിയ താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു കച്ചവട സിനിമ ആക്കി എടുക്കാനല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സബ്ജക്റ്റ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. അത് നല്ല നിലയ്ക്ക് എല്ലാവരിലേക്കും എത്തും, എല്ലാവരും അത് സ്വീകരിക്കും എന്നുള്ള വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ സിനിമയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ വെള്ളിത്തെരയിൽ കാണണം, ഒരു സിനിമയാകണം, ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് സംവിധായകനായ സിറാജ് റസിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന്. ആദ്യം നമ്മളിലേക്ക് അത് എത്തിയപ്പോൾ നമ്മൾ മാറ്റി നിർത്തിയൊരു സംഭവമാണിത്. കാരണം ആദ്യം തന്നെ പറഞ്ഞത് ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷമാണ് വേറെ കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, മറ്റുള്ള ഏതെങ്കിലും നല്ല ക്യാരക്ടർ അതിനകത്തുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഒരു 1 ലൈൻ വായിച്ചു കഴിഞ്ഞു. വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട്. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. വലിയ ക്യാരക്ടറൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സംഭവത്തിലൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അതും നമുക്കൊരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നൽ മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയായിരുന്നു ഞങ്ങൾക്കിത് ചെയ്യാം എന്ന് പറയായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. പക്ഷേ വളരെ ബുദ്ധിമുട്ടി. കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും
ഒരുപാട് കടമ്പ കടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലൊരു പ്രൊഡ്യൂസറെ നമുക്ക് സമീപിക്കാൻ പറ്റില്ല, നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് തലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം, എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം, ഞാനൊരു സിനിമ എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ അതിന് ഒരു ആൻസർ ഉണ്ടാവണം. അങ്ങനെയാണ് സലീംക്കയും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട്. അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ, ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ്. അത് ഞങ്ങൾ വിചാരിച്ച ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം തരണം. താങ്ക് യു. നമസ്കാരം. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു മൂവി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതൊന്നുമല്ല, ഈ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനൊരു സബ്ജക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പക്ഷേ പുറത്തേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് കണ്ട് എടുക്കുക, അത് വലിയ ഡിഫിക്കൽട്ടഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവ് ചെയ്തത്. പിന്നെ ഞാൻ സിറാജിക്കടുത്ത് ഫസ്റ്റ് കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു മൂവിയാണ്, അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു മോശമായിട്ട് വരരുത്, നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ പറ്റുന്നൊരു മൂവി ആയിരിക്കണം. അപ്പോൾ ആ ഒരു വാക്ക് സിറാജിക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളിതിനകത്ത് ആരെയും ഇൻസൾട്ട് ചെയ്തില്ല. ഒരു പള്ളി പോലും ഇതിനകത്ത് നിങ്ങൾ സിനിമ കണ്ടാണ്, ഒരു പള്ളി പോലും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഇത് ലോകം നമ്മൾ വിരൽത്തുമ്പിലാണെന്ന് ഇന്ന് പറയുമ്പോഴും, ഇന്ന് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോഴും ഇപ്പോഴും മനുഷ്യർ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളുടെ, അല്ലെങ്കിൽ ഒരു മനുഷ്യർ മറ്റു മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇപ്പം തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ കുറേ വാർത്തകൾ വന്നതാണ്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാറ്, സമകാലികമായിട്ട് തന്നെ കുറേ വാർത്തകൾ എല്ലാ മതങ്ങളിലുണ്ടത്. പക്ഷേ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണിത്, ഇത് എൻ്റെ അനുഭവങ്ങളാണ്. ഈ കഥാപാത്രം നമ്മുടെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ കുടുംബക്കാരിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ആരും അതിനെ എതിർക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, സിനിമയിൽ അത് അവിശ്വാസത്തിൽ പോകുന്നവരുണ്ട്, പക്ഷേ ആ യഥാർത്ഥ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന ആളുമുണ്ട്. അപ്പോൾ ആരുടെ വിശ്വാസമാണ് അവിടെ വിജയിക്കുന്നതെന്നൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. മറ്റുള്ള മതങ്ങളിലൊക്കെ അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളാണ്. നമ്മളിത് ഒരു മതം ഇതിനകത്ത് നമ്മൾ പറയുന്നില്ല ഒരിക്കലും. ഇതിപ്പോൾ ഞാനൊരു വിശ്വസിക്കുന്ന ഒരു മതം, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ. കാരണം എപ്പോഴും പറയുന്നൊരു വിശ്വാസമുണ്ട് നമ്മൾ, അതായത് എല്ലാത്തിനും കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ഇതേ ആളുകൾ തന്നെ പോയി മനുഷ്യരോട് തന്നെ പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുന്നതും കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് പ്രേക്ഷകർ അല്ലെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഈ സിനിമ ഞാൻ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത്. അല്ലാണ്ട് ഇത് ഏതൊരു മതത്തിനും ഒരിക്കലും അർഹിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഈ സിനിമ കണ്ടിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം ഒരു തൃപ്തിയുള്ള ഒരു സബ്ജക്റ്റാണെന്ന് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും അത് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലാണ് ഇത് എന്ത് സിനിമയാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, നമ്മളിവിടെ ഇന്ന് സംസാരിച്ചുകൊണ്ട് എന്തായാലും ഇതോടെ ഒന്നും നടക്കില്ല. ജനങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകണം ഈ സിനിമ കാണാനായിട്ട്. കണ്ടാൽ മാത്രമേ ഇത് എവിടേക്കെങ്കിലും എത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സാമ്പത്തിക ലാഭം എന്നുള്ള വലിയൊരു മോഹമൊന്നും ഇതിൻ്റെ പിന്നിലില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് കേട്ടു, ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ ഉപ്പാടനെ ഇതുമാതിരി ബന്ധുചൂതി കൊടുക്കാറുണ്ട്. ചില കുട്ടികൾക്ക് പനിച്ചിട്ട് വരുമ്പോൾ അതൊരു വിശ്വാസമാണ് ആളുകൾ. അപ്പം അത് നമ്മുടെ വീടുകളിൽ നടന്നിരുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ ബാക്കി പുതുവല്ലാണ്ടിരിക്കണം, പക്ഷെ ആ പുള്ളിക്ക്
എൻ്റെ നടക്കാൻ അല്ലെങ്കിൽ മെമ്മറി ഉള്ള സമയത്ത് പുള്ളി അത് ചെയ്തായിരുന്നു വീട്ടിൽ. അത് കാശ് വാങ്ങിച്ചിട്ടല്ല എന്ന് മാത്രം. നോർമലി അതൊരു വിശ്വാസമാണ് അടുത്ത വീട്ടുകാർക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു മന്ത്രിച്ചു തോന്നുമ്പോൾ ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ്. എന്തായാലും ഇതിപ്പോ എവിടേക്കാണ് എത്തുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ചർച്ച ചെയ്യപ്പെടുത്തെ എന്ത് ശരിയെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ചൊരു ധാരണയൊന്നും എനിക്കില്ല. എല്ലാം ദൈവം തീരുമാനിക്കട്ടെ, അത്രേ ഉള്ളൂ. നവാസ്കാക്ക് ഫസ്റ്റ് ഈ സബ്ജക്ട് കേട്ടുമ്പോ എന്താണ് ഫീൽ ചെയ്തത്? ധൈര്യത്തോടെ മുന്നേറാൻ തന്നെയാണ് തീരുമാനിച്ചത്? കാരണം നവാസ്ക കൊല്ലിറങ്ങിയതാണ്. എന്താണ് ആദ്യം ഫീൽ ചെയ്തത്? ഇല്ല, ഫസ്റ്റ് നമ്മള് എപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൂടുതലും ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമാശ കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു. അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം, പ്രശ്നങ്ങളൊക്കെ, ഒരുപാട് പ്രശ്നങ്ങളെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷൗക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറേ ഏരിയകൾ ഇതിനകത്തുണ്ട്. ഈ ഈഴ എന്നുള്ള സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ഓൾമോസ്റ്റ് സീക്വൻസ് ഒക്കെ ആ കഥാപാത്രത്തിനെ ഫോക്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഒരു ഇപ്പം ഈ നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയമൊക്കെ അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. പക്ഷെ അതല്ലാത്ത കുറേ പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിൽ സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ എല്ലാ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരുണ്ട്. ഒരു വീടിനകത്ത് തന്നെ 5 പേരാണെങ്കിൽ 5 ചിന്തയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അത് രാഷ്ട്രീയമാകാം, മതമാകാം, ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ്. അതിൻ്റെ ആ രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായിരിക്കാം. അത്ര തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നിനും ഒരു കൺക്ലൂഷൻ ഇതാണ് ശരി, ഇത് മാത്രമാണ് യാഥാർത്ഥ്യം, അങ്ങനെ ഒരു ഫോക്കസ് ഈ സിനിമയിൽ പറഞ്ഞിട്ടേ ഇല്ല. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു വിഷയമല്ല, ഒരു കുടുംബത്തിനകത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഈഴ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാണണം. അതായത് തിയേറ്ററിൽ വന്ന് കണ്ടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സേഫ് ആവും. അദ്ദേഹം ഇതുപോലെ നല്ല പടം വേറെ ചെയ്യും. ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞങ്ങളെ ചീത്ത പറഞ്ഞ അദ്ദേഹം ചിലപ്പോൾ പോകും. ചീത്ത പറയില്ല, കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ്. പക്ഷേ ഇനി അടുത്തൊരു പടം ചെയ്യണമെങ്കിൽ കാശ് വേണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. അതിൻ്റെ കൂടെ നന്മയുള്ള ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഉൾസൈഡുകളിലായിരിക്കാം. ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങിത്തേക്കെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് കുറച്ച് അതായത് നമുക്ക് ഇപ്പം എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ എല്ലാവർക്കും വലിയ വലിയ അതായത് താരം, അദ്ദേഹം ആദ്യം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്താണ് പോയത്. അപ്പോൾ അടുത്ത മാസം കാണാമെന്ന് പറഞ്ഞ് പിന്നെ ഒരു വർഷം പറഞ്ഞു. അതായത് ഞാൻ പറയട്ടെ, അതെ അല്ല, മാസ്ക് സൂപ്പർ സ്റ്റാറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് നടന്മാർ നമ്മുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് മിമിക്രി കലാകാരന്മാർ തന്നെയുണ്ട്. ഇവർക്കും സത്യത്തിൽ അർഹതപ്പെട്ട ഒരു കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. കാരണം എപ്പോഴും ബിസിനസിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നവാസ്കായും ദഹനായൊക്കെ അസാധ്യമായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് കിട്ടാത്തതുകൊണ്ട് അവർ പെർഫോം ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന കാരണം അതൊരു ഉപജീവന മാർഗം കൂടിയാണ്. ഞാൻ ഇന്നത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റൂല. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടി അവർ പെർഫോം ചെയ്യും. അത് ഏറ്റവും വലിയ ഉത്തരമാണ് ഈ സിനിമ. അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലാത്തവരും വർക്ക് ചെയ്തു. ഇപ്പോൾ ആ ഉമ്മ കഥാപാത്രം ഷേർലി ടീച്ചറാണ്, അവർ ക്രിസ്ത്യൻസാണ്. അങ്ങനെ ഇത് സിനിമയാണ്, ഇതൊരു പക്ക സിനിമയാണ്. നമുക്ക് പറയാനുള്ളത് ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്തു. അവിടെ യാദൃശികമായിട്ട് സെയിം കമ്മ്യൂണിറ്റിയിൽ വന്നെന്നുള്ളൂ. അതെന്താ ക്ലിയർ ചെയ്യണോ? കാരണം വെച്ചാൽ ഈ കഥ വന്ന സമയത്ത് സിറാജ് നമ്മുടെ അടുത്ത് അദ്ദേഹം പറയില്ല. കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന ആളെ ചിന്തിച്ചിരുന്നു, ഇന്ന ആളത് പോയിരുന്നു പറയില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹം അല്ലാത്ത പല സിറ്റുവേഷനും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ശ്രമം നടത്തിയിരുന്നു. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ ഏതൊരു സംവിധായകനും ആദ്യം ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഏറ്റവും നല്ല
ബിസി ആയിട്ടുള്ള ബിസിനസ്സുള്ള നടൻ വേണം, നടി വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിൻ്റെ പുറകെ അവർ നടക്കും, കുറേ നടക്കും, പിന്നെ തളരും, പിന്നെ ഇത് ചെയ്യണോ ചെയ്യണ്ടേ നമ്മൾ തീരുമാനിച്ചത്, എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്കറിയാവുന്ന കുറേ വ്യക്തികളുണ്ട് അങ്ങനെ. ഉദാഹരണം ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ്. ഞങ്ങൾ ആദ്യം പോയത് ഇവിടെയാണ്, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, 3 വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സിറാജ് പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല, 2-3 പേരൊക്കെ സമീപിച്ചിരുന്നു. അന്നൊന്നും ഈ ഇപ്പോൾ ഇതിനകത്ത് രഹന അഭിനയിക്കണമെന്നോ ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ, അതിന് നമ്മൾ വേറെ രീതിക്ക് പോകാതിരിക്കാനാണ് പറയുന്നത്. അത് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു പ്രത്യേകത അതിനുണ്ടാവും, ഫ്രഷ്നെസ് അതിനകത്തുണ്ടാവും. ഇപ്പം ഞാൻ വന്നു പകരം അതിന് കൂടെ വേറൊരു നടി വന്നു, അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറൊരു നടൻ വന്നു എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന സംഭവമാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചത്, നീലാകാശം നിറയെ, കലൂർ രഘുമാറിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണത്, എ.ആർ. കാസിം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചെത്തുന്നത്. ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ്, ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അതങ്ങനെ വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചത്. നമ്മൾ ഈ സിനിമ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ലോകം മുഴുവൻ നന്നാവുമൊന്നുമില്ല, പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതായത് നമുക്കൊരു തോട്ട്, നമ്മൾ അതായത് ചിന്തിക്കാനൊരു സാധനം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, ആ വഴി തുടരുന്നവർക്ക് തുടരാം. നമ്മളാരും തടയാനോ അല്ലെങ്കിൽ കൊല്ലാനോ നമ്മൾ നടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു തമാശ പറയണ പോലും 10 തവണ ആലോചിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രൂപവും കളറ് കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പല അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ അതേ തമാശയിലൂടെ തന്നെ, ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് അവർ അനുകരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ, അവരുണ്ടാക്കിയുള്ള വിവാദങ്ങളെ വരെ നമ്മൾ തമാശവൽക്കരിക്കുമ്പോൾ ഒക്കെ അവർ തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അത് മാറിയിട്ടുണ്ട്. ആ മാറ്റം ചിലപ്പോൾ അനിവാര്യമാകാം. നമ്മൾ അല്ല, അത് കുറെ ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത്, അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനും ഉള്ളതല്ലല്ലോ, അതിനുള്ള നിയമമുള്ളത്. കാരണം നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്കൊരു വേദി കിട്ടി, ഒരു തമാശ പറയാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞ ഒരാളെ ഹനിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോൾ നേരത്തെ സിറാജ് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്നാൽ മതി. കേൾക്കുന്ന ആളെ, ഞാൻ ഒരാളെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തമാശ പറയുമ്പോൾ ആൾ കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? അത്ര നമ്മൾ നോക്കിയാൽ മതി. ഞാനൊരിക്കലും ഇത്രയും ഇയേഴ്സ് ആയതുകൊണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ ചെയ്യുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പുറത്ത് കിട്ടിയ ഒരു ക്യാരക്ടറാണിത്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് നല്ലതാണ്, എൻ്റെ ക്യാരക്ടർ നല്ലതാണ്, അതുകൊണ്ട് തന്നെയാണത് ചെയ്തത്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ടിരുന്നതൊന്നുമല്ല, നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതിലെ കഥാപാത്രം വളരെ മോട്ടമുള്ള ഒരു കഥാപാത്രമാണ്. ഇത്രയും ചുറ്റുപാടും ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴും അതിൻ്റെ നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, ചുറ്റും എപ്പോഴും കാണാമല്ലോ, നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. ഞാൻ പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രെയിറ്റ്, ഗോഡിനോട് സ്ട്രെയിറ്റ് ഉള്ളൊരു അപ്പിയറൻസ് ആണ്. കാര്യം ഇടയ്ക്ക് ഒരാൾ വേണ്ട കാര്യമില്ല. കാര്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈപ്പാണ്. നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുമ്പോൾ അത്രയും താഴ്ന്നു പോവല്ലേ ആ സ്ഥാനം. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിന് അസിസ്റ്റൻസ് ഉണ്ടാവും, പലർക്കും അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഈശ്വരൻ അങ്ങനെ ഒരു ആൾ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം അത്രയും പവറുള്ള ഒരാളല്ലേ, എല്ലാവരുടെ കാര്യങ്ങളും സ്ട്രെയിറ്റ് എടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പം ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. നമ്മൾ കാലങ്ങളായിട്ട് ഈ മുസ്ലിം കൺസെപ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലം വരുന്ന സിനിമകൾ എപ്പോഴും പറയുമ്പോൾ അതായത് മലബാറിൻ്റെ കൾച്ചറും അല്ലെങ്കിൽ മലബാറിൻ്റെ സ്ലാങ്ങും ഒക്കെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോർത്തുകളോ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് കെട്ടോ. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനമേ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന ആലുവ പെരുമ്പാവൂരിൽ നിന്ന് അടുക്കാണ്. അപ്പോൾ ആ ഒരു സ്ലാങ് ഇതിനകത്ത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന പോലെ, ഞങ്ങളും ഈ കമ്മ്യൂണിറ്റി പെട്ടാണല്ലോ, നമ്മളിങ്ങനെയാണല്ലോ സംസാരിക്കണേ. ഇത് പറയാൻ വേണ്ടിയിട്ട് വേറൊരു സ്ലാങ് നമ്മൾ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതേ നമ്മുടേതായ സ്റ്റൈലിൽ തന്നെ നമ്മുടെ ഒരു സ്ലാങ് തന്നെ ഉപയോഗിച്ചു, ശൈലി ഉപയോഗിച്ചു എന്നുള്ളതാണ്
സിനിമയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാനരചന ഞാൻ തന്നെയാണ്, സംഗീതം ഞാനാണ്. അപ്പം അത് അങ്ങനെയൊക്കെ തോന്നി ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട്. അത് വർക്കായി എന്നുള്ളതാണ്. നിങ്ങളാണ് ഇപ്പം കണ്ടില്ല എന്ന് പറഞ്ഞു, കണ്ടിട്ട് പറയുമ്പോഴാണ് കുറച്ചുകൂടി അതിലേക്ക് 3 ഗാനങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ ടീസറിൽ ഇറങ്ങിയ ഒരു സോങ് അത്യാവശ്യം വർക്കായിട്ട് ട്രെൻഡ് ഏറ്റവും 40 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു പുതിയ ഡയറക്ടർ ആയതുകൊണ്ടും പുതിയ മ്യൂസിഷ്യൻ ആയതുകൊണ്ടും എൻ്റെ ഈ ഒരു ഓഡിയോ റൈറ്റ്സ് ഞാൻ ഇവിടുത്തെ സകല ചാനലുകളിലും പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ എന്നെ തഴഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു പുതിയ എല്ലാ മ്യൂസിക് ഡയറക്ടർക്കും അല്ലെങ്കിൽ എല്ലാ നടന്മാർക്കും എല്ലാ ഡയറക്ടർക്കും ഒക്കെ തുടക്കം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും മുമ്പിലേക്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിതിനു മുമ്പ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിതിനു മുമ്പ് വർക്ക് ചെയ്തോ. ഈ ഒരു ചോദ്യം നേരിട്ട് ഞാൻ ഏകദേശം ഇവിടം വരെ എത്തി. പക്ഷേ ഇവിടെ ഞാൻ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അത് വിജയിച്ചു എന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. മതം എല്ലാ ആളുകളുടെയും മതം മനോഹരമായിട്ടോട് നിൽക്കുന്നുണ്ട്. മതം എപ്പോഴും മതം ഒരിക്കലും തിന്മയിലേക്ക് ആരും നയിക്കില്ല. മതം എപ്പോഴും നന്മയാണ് തന്നെ പറയണത്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ടോ നിങ്ങൾ ആളെ കൊല്ലുന്ന അല്ലെങ്കിൽ അയൽക്കാരെ ഉപദ്രവിക്കുന്നവരും പറയില്ല. എല്ലാവരും നന്മ തന്നെയാണ് പറയണത്. പക്ഷേ ഓരോരുത്തരും ഇപ്പം എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് തുറന്ന് പറയാം. എനിക്ക് ചങ്കൂറ്റം കാണിക്കണമെന്നുള്ളൂ. ഞാനത് കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മറ്റുള്ള മതങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ എഴുത്തേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളുമാണ്. ഇസ്ലാം മതത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്, ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുകയും പിന്നീട് അത് പരസഹായം തേടാൻ പോകുന്നതിനെതിരെയാണ് നമ്മൾ ഈ സിനിമ പ്രതിപാദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 4 പേര് വരുന്ന ഒരു കഥ, മെയിൻ ലീഡിങ് ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്. ഒരു 4-5 പേര് വരുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളിലും എല്ലാ സിനിമാക്കാരിലും ഒക്കെ എല്ലാ നടന്മാരിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ എന്നുള്ളതല്ല, പലവരും പല അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ മാറ്റങ്ങൾ ശരിക്കും സംഭവിച്ചേ മതിയാകും. അല്ല അതായത് ബിസിനസ് മാത്രം, ഇപ്പോൾ സലീംക പറഞ്ഞ പോലെ ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബിസിനസ്സിന് വേണ്ടി മാത്രം വരുന്ന ആളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്നാൾ മതി, അപ്പോൾ അയാൾക്ക് മാർക്കറ്റ് ഇയാൾക്കുണ്ടോ, എന്നാൽ ഇയാൾ മതി എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റിൻ്റെ വല്ല ക്ലാഷോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും ആ ഓപ്ഷനിലേക്ക് അടുത്ത ആൾ വരിക. അതങ്ങനെ ഉള്ളു സർവ്വസാധാരണ. എന്നെയോ? എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ്, ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ. അത് അവര് ചിലപ്പോൾ എന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതെന്താ വെച്ചാൽ ആ വിഷമം എനിക്ക് തോന്നാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വിഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വന്നു കയറും. ഇപ്പൊ ഈ സിനിമ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല, എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ഇഴ. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ്. എനിക്കങ്ങനെ വീട്ടിൽ കരയേണ്ടി വന്നിട്ടില്ല. കുറെ നാളായിട്ട് കരയാതെ ഇരുന്നിട്ടായിരിക്കും സ്ക്രീനിൽ ഞാൻ അങ്ങനെ കരഞ്ഞെന്ന്. ഞാൻ നേരത്തെ തുടങ്ങി, അതായത് ചെറുതലേ തുടങ്ങി എൻ്റെ ഫാദർ ഡ്രാമയിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഉപ്പാടെ ഒരു വീക്ക്നെസ് ആണ്. കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് സിൻഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ആണ് എനിക്ക് ഉപ്പയുടെ പേര് കൊച്ചിൻ ഹസനാർ എന്നാണ്. അപ്പോൾ ഉപ്പ ചെയ്യുന്നതായിട്ട് എനിക്കത് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഫീൽഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മാക്സിമം കിട്ടുന്ന സിൻഡിയൊക്കെ ഞാൻ അടിച്ചു പൊളിച്ച് ചെയ്യും. ഞാൻ ഇവരെ 2 പേരെയാണ് ആദ്യം നമ്മൾ, അത് നവാസ്ക കാരണം രഹന ഓൾറെഡി ഫീൽഡിലില്ല. നവാസ്കയിലേക്ക് എത്താനും പറഞ്ഞാൽ ഞാൻ വിളിച്ചോ പറഞ്ഞു ഇല്ലടാ ഞാൻ മെയിൻ ലീഡ് അങ്ങനത്തെ അല്ല, നിങ്ങളുടെ ക്യാരക്ടർ വേഷം എന്തെങ്കിലും പറഞ്ഞു ഇതൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നവാസ്ക ഇതായത്. അപ്പോൾ ഞാൻ അന്ന് അവിടുന്ന് പോരുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതിനൊപ്പം ഒന്ന് രഹനായും കൂടി അഭിനയിച്ചാൽ ഒക്കെ തന്നെ ഒന്ന് വഴക്കൊന്നും പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം രഹനായും കൂടി അഭിനയിച്ചാൽ എനിക്കുള്ള സന്തോഷമാവും, കാരണം നിങ്ങൾ ശരിക്കും വർക്കൗട്ടാവും. പിന്നെ ഒരു പുതുമയുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ആക്ടറോ ഒക്കെ എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇവർ 2 പേര് കലാകാരന്മാർ, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ സിനിമയിൽ വരാമെന്ന് വളരെ അപൂർവമാണ്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഇത്ര മെയിൻ ലീഡായിട്ട് പിന്നെ അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രസൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാർ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇവരിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉപ്പ എന്ന് പറഞ്ഞൊരു നാടക നടൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പാനെ
അന്നാണ് കാണുന്നത് അവിടെ ജസ്റ്റ് വെച്ച്. അപ്പോൾ ആരെങ്കിലും നാടകം നടണം ഞാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ പട കാര്യം കൂടി നമുക്കൊന്ന് കാരണം ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു വണ്ടിക്ക് 3 പേര് പോന്നോളൂ. എന്നിട്ട് മൊത്തത്തിൽ എമൗണ്ട് പറഞ്ഞു കൊട്ടേഷൻ. അപ്പൊ അങ്ങനെ ലാഭം പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സിറാജ്. ചോട്ടിന്ന് പോയാലും കുളത്തിലാണല്ലോ, പുറത്തേക്ക് പോയില്ലോ. ഇല്ല നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു സിനിമകളുടെ ഒപ്പം വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം കിടപിടിക്കാനോ നമ്മളില്ല. ഇതൊരു കൊച്ചു ചിത്രമാണ്, ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ ഈ ഒരു കൊച്ചു സിനിമയിൽ ഇനി എത്ര വലിയ സിനിമകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ സിനിമയും കാണണം, എൻ്റെ സിനിമ മാത്രമേ കാണണമെന്നല്ല. ഇതൊരു കലാമൂല്യമുള്ളൊരു സിനിമയാണ്. ഇത്തരം സിനിമകൾ ഇനിയും ചെയ്യാൻ നമുക്ക് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്ക് എൻ്റെ അടുത്ത് സലീംക്ക പറഞ്ഞ എനിക്ക് അതിനകത്ത് 1 രൂപ ലാഭം വേണ്ട, നീ മുടക്കിയ കാശുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സിനിമ ചെയ്യാമെന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിൽ കലാമൂല്യമുള്ള ഒരുപാട് കഥകളുണ്ട്, ഇനി ബിസിനസ് പരമായിട്ടുള്ള കഥകളുണ്ട്. അത് ഏതിലേക്ക് പോകണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആയുസിൻ്റെ കാണാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഞാനെന്താ കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആർക്കെങ്കിലും കുബുദ്ധി തോന്നി ഇപ്പം എന്നെ തട്ടിക്കളഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവർ ജയിലിൽ പോയി കേസൊക്കെ ആയിട്ട് നടക്കും. അതല്ല എന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ നല്ല സിനിമയൊക്കെ ആയിട്ട് വരാൻ കഴിയും എന്ന് എനിക്ക് ഉണ്ടാവണം. അല്ല ഇതിലില്ല ഒരു അല്ല ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മതം പറയേണ്ട കാര്യം ഇതൊരു മത സിനിമ അല്ല ഇതൊരിക്കലും. നമ്മളിങ്ങനെ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ആളുകൾ അല്ലാണ്ട് വേറെ രീതിയിലേക്ക് തലത്തിലേക്ക് പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഞാൻ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ സിനിമ കണ്ടതാണ്, ഇതൊരു മത സിനിമയാണോ? ആണോ? പിന്നെന്താണ് അന്ധവിശ്വാസങ്ങൾ? അതായത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ലോകം വിരൽത്തുമ്പിൽ, അതായത് ഒരു മൊബൈലിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് അറിയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നമുക്ക് അറിവുണ്ട്. ഈ അറിവുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ടെക്നോളജികൾ വളർന്ന കാലഘട്ടത്തിൽ എന്തിനാണ് ഇപ്പോഴും ഇത്തരം വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം മാമൂൽ കെട്ടുകളിൽ നമ്മൾ കെട്ടിക്കിടക്കുന്നത് എന്താണ് ഉള്ളതാണ് നമ്മൾ ഈ സിനിമയെ കൂടെ പ്രതിപാദിക്കുന്നത്. എന്നെ പോലെയല്ലേ ഷർഫുദ്ദീൻ? അല്ല അത് ആദ്യം വന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നത്, കുറച്ച് നേരം നിങ്ങൾ മാറ്റി പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുണ്ട്, ശരി ശരി ശരി. അങ്ങനെ പിന്നെ ആ സംസാര രീതികളും കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങനെ പലരും പറയാറുണ്ട്. കല്യാണം എല്ലാവരും വീടിനകത്ത് തന്നെയാണ്. എത്ര ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെ? മെജോറിറ്റി പണ്ടുകാലം അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സിനിമ തന്നെ അങ്ങനെ ഒരു കഥ വന്നത്. എല്ലാവർക്കും അങ്ങനത്തെ ഇങ്ങനെ വേഷങ്ങൾ കിട്ടാത്തോണ്ടായിരിക്കും. അതുകൊണ്ടാണോ വീടിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചത് ഇത്രയും നല്ലതാണ്? അല്ലല്ല, അത് രഹന പറയും. എന്നെ ആരും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. ഞാനായിട്ട് വീട്ടിലിരുന്നതാണ്. എനിക്ക് കുട്ടികൾ ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പോൾ കുട്ടികളെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിലും എനിക്ക് ഞാനങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫീൽഡിൽ നിന്ന് പോയപ്പോഴും എനിക്കങ്ങനെ പോയിന്ന് തോന്നിയിട്ടില്ല. നോക്കി ഉണ്ടല്ലോ ഫീൽഡിൽ, അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. അത് ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ പെർഫോം ചെയ്യാൻ കിട്ടിയപ്പോൾ അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും തോന്നല്ല, ലേറ്റ് ആയാലും നന്നായി വന്നില്ല. ഈ കഥ ഇപ്പോഴും ഒന്ന് പറഞ്ഞത് ഒരു 15 കൊല്ലം മുമ്പാണ് നമ്മൾ അന്ന് ചെയ്തത്.